Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ലെനീന. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം, കേരള PSC സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം മെയ് 23 നടക്കാൻ പോകുന്നത്. ആ ഒരു എക്സാമിലെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ കോമ്പറ്റേറ്റീവ് ക്രാക്കർ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. PSC ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പഠിക്കാനായിട്ട് ഫ്രീ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. കൂടാതെ ഡെയിലി കറണ്ട് അഫയേഴ്സും പഠിക്കാൻ പറ്റും. ഡെയിലി കറണ്ട് അഫയേഴ്സ് ആപ്പിൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെയിലി കറണ്ട് അഫയേഴ്സും മോക്ക് ടെസ്റ്റുകളും പോൾ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യാനായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ ആപ്പ് പ്ലേ സ്റ്റോറിലും ഗൂഗിൾ പ്ലേയിലും ആപ്പ് സ്റ്റോറിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം ഈ മാസം മെയ് 23 ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ മെയ് 23 നടക്കുന്ന എക്സാം ലാസ്റ്റ് നിമിഷ പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് ഏതെങ്കിലും ക്ലാസ് കാണണം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്ലാസ് വേണ്ടതുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാനായി 8590202323 എന്നീ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഏകദേശം പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി പ്രിപ്പയർ ചെയ്യണം, കുറച്ച് ക്ലാസ് ലാസ്റ്റ് നിമിഷത്തിൽ എനിക്ക് കണ്ട് തീർക്കാനുണ്ട്, അങ്ങനെയാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഈഥൈൽ ആൽക്കഹോളും മീഥൈൽ ആൽക്കഹോളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈഥൈൽ ആൽക്കഹോളിനെയാണ് എത്തനോൾ എന്ന് വിളിക്കുന്നത്. എത്തനോൾ ഈഥൈൽ ആൽക്കഹോൾ ആണ്. മീഥൈൽ ആൽക്കഹോൾ ആണ് മെത്തനോൾ. മീഥൈൽ ആൽക്കഹോളിനെ മെത്തനോൾ എന്നാണ് പറയാം. അപ്പൊ ഇതിന്റെ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് C2H5OH ആൽക്കഹോൾ ആണെങ്കിൽ OH ഗ്രൂപ്പ് പ്രസന്റ് ആയിരിക്കും. ഹൈഡ്രോ കാർബൺസിൽ OH ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ അതാണ് ആൽക്കഹോൾ. അപ്പൊ എത്തനോൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ ആണെങ്കിൽ 2 കാർബൺ ആറ്റമാണ് അടങ്ങിയിട്ടുണ്ടാവുക. ഇപ്പൊ C2H5OH ആണെങ്കിൽ എത്തനോൾ ആണ്. ഇനി ഒരു കാർബൺ മാത്രം അടങ്ങിയതാണ് മെത്തനോൾ. ഒരു കാർബൺ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ആണ് മെത്തനോൾ. ഇപ്പൊ CH3OH ആണ് മെത്തനോളിന്റെ ഫോർമുല, CH3OH. അപ്പൊ എത്തനോൾ C2H5OH ആണ്, മെത്തനോൾ CH3OH ആണ്. ഇനി എത്തനോളിന്റെ മറ്റൊരു പേരാണ് ഗ്രേപ്പ് സ്പിരിറ്റ്. ഗ്രേപ്പ് സ്പിരിറ്റ് ആണ് എത്തനോളിന്റെ മറ്റൊരു പേര്. മെത്തനോളിന്റെ മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ്. വുഡ് സ്പിരിറ്റ് എന്നാണ് മെത്തനോൾ അറിയപ്പെടുന്നത്. ഇനി ലഹരി പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ആണ് എത്തനോൾ. നമ്മൾ യൂസ് ചെയ്യുന്ന ലഹരി പാനീയങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ, ലിക്വേഴ്സിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ആണ് എത്തനോൾ. ഇനി മെത്തനോൾ അതീവ വിഷാംശമുള്ളവയാണ്. മെത്തനോൾ വിഷമായതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റില്ല, നമുക്ക് കുടിക്കാൻ പറ്റാത്ത ആൽക്കഹോൾ ആണ് മെത്തനോൾ. ഇപ്പോ ബിയർ ഉണ്ടാക്കാനും അതേപോലെ ഏതുവിധ ലിക്വേഴ്സ് ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നത് എത്തനോൾ ആണ് യൂസ് ചെയ്യുന്നത്. മെത്തനോൾ നമ്മൾ യൂസ് ചെയ്യില്ല, വിഷാംശമുള്ളവയാണ് മെത്തനോൾ. ഇനി മൊളാസസ് ഫെർമെന്റേഷൻ വഴിയാണ് എന്ത് നിർമ്മിക്കുന്നത്? എത്തനോൾ നിർമ്മിക്കുന്നത്. മൊളാസസ് എന്ന് പറയുന്നത് കരിമ്പൊക്കെ കരിമ്പ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന തിക്കായിട്ടുള്ള ഒരു ഫോമാണ് മൊളാസസ്. ഈ മൊളാസസ് ഫെർമെന്റേഷൻ വഴിയാണ് എന്ത് കിട്ടുന്നത്? എത്തനോൾ നിർമ്മിക്കുന്നത്. ഇനി മെത്തനോൾ ആണെങ്കിലോ ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ് എന്നിവയിൽ നിന്ന് കൃത്രിമമായാണ് മെത്തനോൾ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ എത്തനോൾ മൊളാസസിന്റെ ഫെർമെന്റേഷൻ വഴിയും, മെത്തനോൾ ആണെങ്കിൽ ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ് എന്നിവയിൽ നിന്നും കൃത്രിമമായിട്ടാണ് നിർമ്മിച്ചെടുക്കുന്നത്. ഇനി അടുത്തത് ഇന്ധനം, ബീവറേജ്, പെർഫ്യൂമുകളിലൊക്കെ ആയിട്ട് എത്തനോൾ യൂസ് ചെയ്യാറുണ്ട്. ഇന്ധനത്തിന് എത്തനോൾ യൂസ് ചെയ്യും, ബീവറേജിൽ യൂസ് ചെയ്യും, പെർഫ്യൂമുകളിലൊക്കെ യൂസ് ചെയ്യും. മെത്തനോൾ ആണെങ്കിലോ പെയിന്റ്, വാണിഷിംഗ് എന്നിവയിൽ ലായകമായിട്ട് ഉപയോഗിക്കുന്നു. പെയിന്റിലും വാണിഷിംഗിലൊക്കെ ലായകമായിട്ട് ഉപയോഗിക്കുന്നത് മെത്തനോൾ ആണ്. ലായകമായിട്ട് മെത്തനോൾ ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരേ വീര്യമുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ 2 സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. അപ്പൊ സ്പിരിറ്റുകൾക്ക് വ്യത്യസ്ത വീര്യമായിരിക്കും. അങ്ങനെയുള്ള വ്യത്യസ്ത വീര്യമുള്ള സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ബ്ലെൻഡിങ്, കോമ്പൗണ്ടിങ്, റെഡ്യൂസിങ്, ഫോർട്ടിഫിക്കേഷൻ. ഏതാണ് ആൻസർ? വ്യത്യസ്ത വീര്യമുള്ള സ്പിരിറ്റുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ബ്ലെൻഡിങ് എന്നാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബ്ലെൻഡിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കൾ അറിയപ്പെടുന്നത് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള
പ്രാഥമിക അസംസ്കൃത വസ്തുക്കൾ അറിയപ്പെടുന്നത് എന്ത്? റെക്ടിഫൈഡ് ആൽക്കഹോൾ, അബ്സല്യൂട്ട് ആൽക്കഹോൾ, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, ഡീനാച്ചുറഡ് ആൽക്കഹോൾ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ് ലഹരി പാനീയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കൾ അറിയപ്പെടുന്നത്. ENA, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മൊളാസസിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. 95% എത്തനോൾ അടങ്ങിയതാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. 95% എത്തനോൾ അടങ്ങിയിരിക്കും, മൊളാസസിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് പ്രത്യേകത. ഇനി അടുത്തതായിട്ട് വീര്യം കുറഞ്ഞ സ്പിരിറ്റിന്റെ വീര്യം കൂട്ടുന്ന പ്രക്രിയ. ഫോർട്ടിഫിക്കേഷൻ, ഗോജിംഗ്, ഫെർമെന്റേഷൻ, റെക്ടിഫിക്കേഷൻ. എന്താണ് വീര്യം കുറഞ്ഞ സ്പിരിറ്റിന്റെ വീര്യം കൂട്ടുന്ന പ്രക്രിയ? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫോർട്ടിഫിക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ. വീര്യം കുറഞ്ഞ സ്പിരിറ്റിനെ വീര്യം കൂട്ടാനായി ഫോർട്ടിഫിക്കേഷൻ ആണ് നടത്തുന്നത്. ഫോർട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഉയർന്ന ഗാഢതയുള്ള ശുദ്ധീകരിക്കാത്ത എത്തനോളിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എത്തനോൾ ഉയർന്ന ഗാഢത ഉണ്ടായിരിക്കും, ശുദ്ധീകരിച്ചില്ല. അങ്ങനെയുള്ള എത്തനോളിനെ നമുക്ക് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയാം. ഇതിൽ 95% ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നു. 95% ആൽക്കഹോൾ ഉള്ള ശുദ്ധീകരിക്കാത്ത ഉയർന്ന ഗാഢതയുള്ള സ്പിരിറ്റിനെയാണ് എത്തനോളിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഈസ്റ്റ് ഉപയോഗിച്ച് മൊളാസസിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയെ ഫെർമെന്റേഷൻ നടത്തിയാണ് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ മൊളാസസിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര, മൊളാസസിനെ ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് ഈ ഒരു റെക്ടിഫൈഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ എത്തനോൾ നിർമ്മിച്ചെടുക്കുന്നത്. 7% മുതൽ 8% വരെ എത്തനോൾ അടങ്ങിയിരിക്കുന്ന പുളിപ്പിച്ച മൊളാസസിൽ, 7% മുതൽ 8% വരെ എത്തനോൾ അടങ്ങിയിട്ടുള്ള പുളിപ്പിച്ച മൊളാസസിൽ നിന്ന് ലളിതമായ ഡിസ്റ്റിലേഷൻ പ്രക്രിയ വഴിയാണ് 4.5% ജലമിശ്രിതത്തോടു കൂടിയ 95.6% റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന എത്തനോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മൊളാസസിൽ 7 to 8% എത്തനോളാണ് അടങ്ങിയിരിക്കുന്നത്. അതിന് ഫെർമെന്റേഷൻ നടക്കും. അതിനുശേഷം മൊളാസസിലെ പുളിപ്പിച്ച് ഫെർമെന്റേഷൻ നടത്തിയിട്ട് ഡിസ്റ്റിലേഷൻ പ്രക്രിയ വഴി 4.5% ജലമിശ്രിതമാക്കി മാറ്റും. അപ്പൊ ജലമിശ്രിതത്തോടു കൂടി, അപ്പൊ 4.5% ജലമാണെങ്കിൽ ബാക്കി 95.6% റെക്ടിഫൈഡ് സ്പിരിറ്റ് ആയിരിക്കും, എത്തനോൾ ആയിരിക്കും. ഇങ്ങനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗാഢതയുള്ള ശുദ്ധീകരിക്കാത്ത എത്തനോളിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. 95.6% ഗാഢതയുള്ള ശുദ്ധീകരിക്കാത്ത എത്തനോളിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താന്ന് നോക്കാം. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ 99.5% വോളിയം ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ആണ്. നോക്കിയേ, 99.5% എന്ന് പറയുമ്പോൾ ഏകദേശം 100%ന്റെ അടുത്തല്ലേ. അപ്പൊ 100%നോട് അടുത്ത് കംപ്ലീറ്റ്ലി ഈഥൈൽ ആൽക്കഹോളിനെയാണ് എന്ത് പറയാ? ഗാഢതയുള്ള ശുദ്ധമായ മദ്യമാണ് എന്ത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ. 99.5 ബൈ വോളിയം ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന, എത്തനോൾ അടങ്ങിയിരിക്കുന്ന ശുദ്ധമായ മദ്യത്തെയാണ്, അത്രയും ഗാഢതയുള്ള ശുദ്ധമായ മദ്യത്തെയാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത്. റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും റെക്ടിഫൈഡ് സ്പിരിറ്റ് എടുത്തിട്ട് അതിൽ നിന്നും ജലം പരമാവധി നീക്കം ചെയ്യണം. 4.5% ജലം ഉണ്ടായിരുന്നല്ലേ, അത് പരമാവധി നീക്കം ചെയ്യണം. അതിനെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം അബ്സല്യൂട്ട് ആൽക്കഹോൾ ആയിരിക്കണമെങ്കിൽ, അപ്പൊ റെക്ടിഫൈഡ് സ്പിരിറ്റ് നമ്മൾ ശുദ്ധീകരിച്ചാൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ കിട്ടണമെങ്കിൽ ഈഥൈൽ ആൽക്കഹോളിൽ 1% കൂടുതൽ വെള്ളം അടങ്ങിയിരിക്കരുത്. അതാണ് പ്രത്യേകത. 99.5% ഈഥൈൽ ആൽക്കഹോൾ ആയിരിക്കണം, അതിൽ 1% കൂടുതൽ വെള്ളം അടങ്ങിയിരിക്കരുത്. റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നാണ് നമ്മൾ ശുദ്ധീകരിച്ച് അബ്സല്യൂട്ട് ആൽക്കഹോൾ നിർമ്മിക്കുന്നത്. റെക്ടിഫൈഡ് സ്പിരിറ്റിലെ വെള്ളം ഒഴിവാക്കി അബ്സല്യൂട്ട് ആൽക്കഹോൾ നിർമ്മിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എന്താണ് ഡീനാച്ചുറഡ് സ്പിരിറ്റ് എന്ന് നോക്കാം. ഡീനാച്ചുറഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് കുടിക്കാൻ ഒരിക്കലും അനുയോജ്യമല്ലാത്ത രീതിയിൽ സാധാരണ മദ്യത്തിൽ ഒന്നോ അതിലധികമോ വിഷപദാർത്ഥങ്ങൾ ചേർത്ത് മാറ്റിയെടുക്കുന്ന സ്പിരിറ്റ് ആണ് ഡീനാച്ചുറഡ് സ്പിരിറ്റ്. അപ്പോ മനുഷ്യർക്ക് കുടിക്കാൻ പറ്റാത്ത രീതിയിൽ വിഷപദാർത്ഥങ്ങൾ ചേർക്കുക.
എന്നിട്ട് അതിന് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അതിനെയാണ് ഡീനാച്ചുറഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. വ്യവസായ ആവശ്യങ്ങൾക്കും ലാബുകളിലെ ഉപയോഗങ്ങൾക്കും വേണ്ടി നിർമ്മിക്കുന്ന സ്പിരിറ്റ് ആളുകൾ വാങ്ങി മദ്യപാനത്തിനായി ദുരുപയോഗം ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഡീനാച്ചുറഡ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്, വിഷാംശം ചേർക്കുന്നത് എന്തിനാണ്? ആളുകൾ ദുരുപയോഗം ചെയ്യാതിരിക്കാനാണ്. ഇപ്പൊ ലാബുകളിലാണെങ്കിലും വ്യവസായ ആവശ്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആളുകള് എടുത്തു കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഈ ദുരുപയോഗം ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ വിഷാംശം ചേർക്കുന്നത്. അങ്ങനെയുള്ള സ്പിരിറ്റ് ആണ് ഡീനാച്ചുറഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. ഇനി ഡീനാച്ചുറഡ് സ്പിരിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വിഷപദാർത്ഥമാണ് മദ്യത്തിൽ ചേർക്കുന്നതെന്ന് നോക്കാം, എത്തനോളിൽ ചേർക്കുന്നതെന്ന് നോക്കാം. ലൈറ്റ് കൗച്ചുസിൻ എന്ന് പറയുന്ന ഒരു വിഷാംശം ചേർക്കാം. ലൈറ്റ് കൗച്ചുസിൻ. പിരിഡിൻ ചേർക്കാം, പിരിഡിൻ. വുഡ് നാഫ്ത എന്ന് പറയുന്ന കോമ്പൗണ്ട് ചേർക്കാം. അപ്പൊ ലൈറ്റ് കൗച്ചുസിൻ, പിരിഡിൻ, വുഡ് നാഫ്ത. ഫോമാൽഡിഹൈഡ് ചേർക്കാം, ബെൻസീനും ചേർക്കാം. ഇതൊക്കെയാണ് നമുക്ക് കുടിക്കാൻ പറ്റാത്ത വിഷവസ്തുക്കൾ, വിഷപദാർത്ഥങ്ങൾ ചേർക്കുന്നത്. ലൈറ്റ് കൗച്ചുസിൻ, പിരിഡിൻ, വുഡ് നാഫ്ത, ഫോർമാൽഡിഹൈഡ്, ബെൻസീൻ. ഇതൊക്കെയാണ് കുടിക്കാൻ പറ്റാത്ത വിഷവസ്തുക്കൾ. ഓക്കെ, ഇനി അടുത്തത് നിയമങ്ങളും ശിക്ഷയുമാണ് നോക്കാൻ പോകുന്നത്. ഈ എക്സൈസ് റൂൾസ് ആൻഡ് പണിഷ്മെന്റ് ആണ് നോക്കുന്നത്. ഈ എക്സൈസ് റിലേറ്റഡ് റൂൾസ് ആൻഡ് പണിഷ്മെന്റ് നോക്കാം. റൂൾ 75 പറയുന്നത് എന്താന്ന് വെച്ചാൽ, എക്സൈസ് റൂൾസിൽ പറയുന്ന ചില റൂളുകളാണ് പറയുന്നത്. റൂൾ 75 എന്ന് വെച്ചാൽ ഡീനാച്ചുറഡ് സ്പിരിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സൈസ് നിയമത്തിലെ റൂൾ 75ലാണ് പ്രതിപാദിക്കുന്നത്. നമ്മളിപ്പോ ഡീനാച്ചുറഡ് സ്പിരിറ്റ് ഡിസ്കസ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റൂൾ 75ലാണ്. എക്സൈസ് റൂൾസിലെ റൂൾ 75ലാണ് ഡീനാച്ചുറഡ് സ്പിരിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അബ്കാരി നിയമം വകുപ്പ് 55B, ഈ ഒരു വകുപ്പ് പ്രകാരം മനുഷ്യ ഉപഭോഗത്തിന് യോഗ്യമല്ലാത്ത രീതിയിൽ നിയമവിരുദ്ധമായി ഡീനാച്ചുറഡ് സ്പിരിറ്റ് നിർമ്മിക്കുന്നത് കഠിനമായ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. അപ്പൊ നമുക്ക് ഉപയോഗമല്ലാത്ത രീതിയിലാണെങ്കിലും ഡീനാച്ചുറഡ് സ്പിരിറ്റ് നിർമ്മിക്കുന്നത് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. ഏത് വകുപ്പ് പ്രകാരമാണ്? 55B പ്രകാരം, അബ്കാരി നിയമം 55B പ്രകാരം. ഓക്കെ, ഇനി അടുത്തത് ലഭിക്കുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ, ഈ കുറ്റം ചെയ്യുന്നവർക്ക് 5 വർഷം വരെ കഠിന തടവ് ലഭിക്കാം, 25,000 രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കാം. 5 വർഷം കഠിന തടവും 25,000 രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കാം. അപ്പൊ ഇത്രയാണ് ഡീനാച്ചുറഡ് സ്പിരിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത നിയമങ്ങളും ശിക്ഷയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ഈഥൈൽ ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോളിന്റെ ഡിഫറൻസ് പറഞ്ഞു, റെക്ടിഫൈഡ് സ്പിരിറ്റ്, അബ്സല്യൂട്ട് ആൽക്കഹോൾ, ഡീനാച്ചുറഡ് സ്പിരിറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പൊ ഇതൊക്കെ എക്സൈസ് ഓഫീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നതാണ്. ഈ സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി എക്സൈസ് ഓഫീസർ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് വിട്ടുപോയിട്ടുണ്ട്, ഇനിയും പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ എക്സാമിന് മുന്നേ ഒന്നുകൂടെ നമുക്ക് എല്ലാ ടോപ്പിക്സും പൊടിതപ്പി എടുക്കാം. അപ്പൊ ജോയിൻ ചെയ്യാനായി 8590202323 എന്നീ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. Download now CC Learning app.